അഭിവൃദ്ധി ഉണ്ടാക്കാനും നമുക്ക് സ്വന്തമായിട്ട് പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും ഉൽപാദനക്ഷമത കൂടി നമുക്കൊരു കൂടുതൽ വിളവുണ്ടാക്കാനും അതുവഴി സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജനറലി നമ്മൾ കൃഷി ചെയ്ത സമയത്ത് തൊഴിലാളികൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമുക്ക് കൃഷി നോക്കാൻ പറ്റാതെ വരിക എന്നുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജയിൽ വന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് നല്ല നല്ല പദ്ധതികൾ ചെയ്യുവാനും അതുവഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. മറ്റു സ്ഥലത്തേക്കൊക്കെ കൃഷിയിടങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ഭൂമി കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തൊഴിൽ ലഭിക്കുന്നു. തൊഴിലിന്റെ ഭാഗമായി നിങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദം ഇല്ലാതാവുകയും ചെയ്യാറുണ്ട്. അവരുടെ സ്ഥലത്തിനെ കുറിച്ച് സംബന്ധിച്ച് ഭൂമി കുറവായതുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ നൽകുന്ന കാര്യത്തിൽ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്തേവാസികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഭൂമി കൂടുതലൂടെ ഇല്ല. എന്നാൽ എല്ലാ ഭൂമിയിൽ വെച്ച് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല 10 പഞ്ചായത്തുകളിൽ ഒന്നാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത്. ആ തവനൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ഈ കൃഷി സമിതി പദ്ധതി, അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷി സമിതി പദ്ധതി തവനൂർ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കർഷകർ, നല്ല കർഷകർ, നെൽകൃഷിയാണെങ്കിലും പച്ചക്കൃഷി, അങ്ങനെ പല കൃഷികൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ തവനൂർ പഞ്ചായത്തിലുണ്ട്. നമ്മൾ ഏക്കർ കണക്കിന് ഭൂമി നെൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നമ്മൾ തുടക്കം വെച്ചത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മളൊക്കെ സൂചിപ്പിച്ചു, സെൻട്രൽ ജയിലിൽ നമ്മൾ തൈകൾ വെച്ചു. പച്ചക്കറിയാണെന്നുണ്ടെങ്കിലൊക്കെ അത് തൈകൾ നടാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പദ്ധതി നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. ഗ്രാമപഞ്ചായത്ത് വിശദീകരിച്ച് കഴിഞ്ഞ മാസം ചെടികളിൽ കൃഷി വളരെ ജൈവപരമായി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ 100% മുമ്പേ വിളവെടുപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അതിന് ഈ തവനൂർ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ഇങ്ങനൊരു സംരംഭം കൊണ്ടുവന്നതിന് അതിനെ നമുക്ക് നല്ലൊരു നന്ദി പറയുകയാണ്. ജീവിതം ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ സർക്കാരിനും അതിൻ്റെ നയപരിപാടികളുടെ ഭാഗമായാണ് കൃഷി സമൃദ്ധി എന്ന പദ്ധതി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കടന്നു വരുന്നത്. പഞ്ചായത്ത് ഏറ്റവും കൃഷിയുടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ കൃഷി സമൃദ്ധി എന്ന പദ്ധതിയോട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥാപനത്തിലും അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത വയോജന മന്ദിരം അതുപോലെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ പച്ചക്കറി വികസന പദ്ധതി